നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം തകർന്ന് 92 സ്ത്രീകളടക്കം 179 പേരാണ് കൊല്ലപ്പെട്ടത്. വിമാനത്തിലെ 181 പേരിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് 2 പേർ മാത്രം. 10 വയസ്സിൽ താഴെയുള്ള 5 കുട്ടികളും ദുരന്തത്തിനിരയായി. 175 യാത്രക്കാരും 6 ജീവനക്കാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. വാൻ ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയും പുരുഷനും മാത്രമാണ് രക്ഷപ്പെട്ടത്. വിമാന ജീവനക്കാരായ 2 പേർക്കും ഗുരുതര പരിക്കാണ് ഏറ്റിട്ടുള്ളത്. അവരിൽ ഒരാളായ ലീ ആശുപത്രി ജീവനക്കാരോട് ചോദിച്ചു, എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ബോധം വന്നപ്പോൾ എങ്ങനെ ആശുപത്രിയിലെത്തുന്ന ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു ലീ. അപകടത്തെക്കുറിച്ച് പറയാൻ ലീക്ക് സാധിച്ചില്ല. ലാൻഡിങ്ങിന് മുൻപ് താൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതായി ലീ ഡോക്ടർമാരോട് പറഞ്ഞു. അപകടത്തിന്റെ ഞെട്ടിൽ നിന്ന് ലീ പൂർണ്ണമായി മുക്തനായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. യാത്രക്കാർക്ക് സേവനം നൽകാനായി വിമാനത്തിന്റെ വാലറ്റത്താണ് ലീ ഉണ്ടായിരുന്നത്. ലീയുടെ തോളിനും തലയ്ക്കുമാണ് പരിക്കേറ്റത്. രക്ഷപ്പെട്ട രണ്ടാമത്തെ ആളായ ക്യോണും സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതിയിലാണ്. ചെറിയ പരിക്കുകളുണ്ട്. വിശദമായ ആരോഗ്യ പരിശോധനകൾ നടത്തി വരികയാണെന്ന് ആശുപത്രി അധികൃതർ ഉദ്ധരിച്ച് കൊറിയ ടൈംസ് പറഞ്ഞു. ഇരുവരും അപകടനില തരണം ചെയ്തു. തായ്ലാന്റിൽ നിന്ന് മടങ്ങിയ ജെജു എയർ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മുവാൻ വിമാനത്താവളത്തിൽ തകരുകയായിരുന്നു. പക്ഷികൾ ഇടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രക്ഷപ്പെട്ട 2 പേരും വിമാന ജീവനക്കാരാണ്. ഓർമ്മ വീണ്ടെടുത്തുവെങ്കിലും നടന്ന സംഭവം കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇരുവരും. വിമാനത്തിന്റെ ചിറകിൽ പക്ഷി ഇടിച്ചെന്ന് യാത്രക്കാരെ ഒരാൾ ബന്ധുവിന് സന്ദേശം അയച്ചിരുന്നു. എഞ്ചിനിൽ ഇടിച്ചാൽ ലാൻഡിംഗ് ഗിയറിനുള്ള ഹൈഡ്രോളിക് സിസ്റ്റം തകരാറിലാകാം. 2 പൈലറ്റ് ബെല്ലി ലാൻഡിങ്ങിന് ശ്രമിച്ചെങ്കിലും വിമാനം റൺവേ കടന്ന് പാഞ്ഞു. ഇതിന് കാരണം പ്രതികൂല കാലാവസ്ഥയെന്നാണ് നിഗമനം. അപകടത്തിന് 6 മിനിറ്റ് മുമ്പ് പക്ഷി ഇടിക്കാൻ സാധ്യതയുണ്ടെന്ന് എയർപോർട്ട് ട്രാഫിക് കൺട്രോളർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 1 മിനിറ്റിന് ശേഷം പൈലറ്റ് അപായ സിഗ്നലും നൽകിയിരുന്നു. അപകടത്തിൽ സുരക്ഷാ പിഴവ് സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. ബെല്ലി ലാൻഡിംഗ് നടത്തിയത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആസൂത്രിതമായ ബെല്ലി ലാൻഡിംഗ് ആണെങ്കിൽ ഫയർഫോഴ്സ് എന്തുകൊണ്ട് റൺവേക്ക് സമീപം എത്തിയില്ല എന്ന സംശയങ്ങൾ ഉയർന്നുണ്ട്. ബെല്ലി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിന് മുമ്പ് വിമാനം എന്തുകൊണ്ട് വിമാനത്താവളത്തിന് ചുറ്റും വട്ടമിട്ട് പറന്നില്ല എന്ന ചോദ്യം ചിലർ ഉന്നയിക്കുന്നു. വിമാനത്തിലെ ഇന്ധനം കുറയ്ക്കുന്നതിനാണ് വട്ടമിട്ട് പറക്കുന്നത്. കൂടാതെ ഈ സമയം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ ഇത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിന് തൊട്ടുമുമ്പ് യാത്രക്കാരൻ തന്റെ അവസാന സന്ദേശം കുടുംബത്തിന് അയച്ചതായി റിപ്പോർട്ടുണ്ട്. വിമാനത്തിന്റെ ചിറകിൽ ഒരു പക്ഷി ഇടിച്ചു, എന്റെ അവസാന വാക്കുകൾ ഞാൻ പറയട്ടെ എന്നായിരുന്നു സന്ദേശം. സന്ദേശത്തെ തുടർന്ന് കുടുംബാംഗങ്ങൾ വിമാനത്താവളത്തിലേക്ക് ഓടിയെത്തിയെങ്കിലും കത്തിയമർന്ന വിമാനമാണ് കണ്ടത്. വിമാനത്തിന്റെ ചിറകിൽ പക്ഷി കുടുങ്ങിയതായി അപകടത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് വിമാനത്തിലുണ്ടായിരുന്ന ആളിൽ നിന്ന് സന്ദേശം ലഭിച്ചതായി യാത്രക്കാരന്റെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. എഞ്ചിനിൽ തീ പടരുകയും ഒന്നിലധികം സ്ഫോടനങ്ങൾ കേൾക്കുകയും ചെയ്തതായി പ്രദേശവാസികൾ പറഞ്ഞെന്ന് ദക്ഷിണ കൊറിയയുടെ യോൺഹാപ്പ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബോയിങ് 737-800 വിമാനം ബെല്ലി ലാൻഡിംഗ് ശ്രമിച്ചത് തൊട്ടു പിന്നാലെയാണ് അപകടം. വീഡിയോകളിൽ വിമാനത്തിന്റെ അടിവശം റൺവേയിൽ മുട്ടി നിരങ്ങി നീങ്ങുന്നത് കാണാം. തുടർന്ന് മതിലിൽ ഇടിച്ചാണ് വിമാനം തകർന്നത്. തായ്ലാന്റിലെ ബാങ്കോങ്ങിൽ നിന്ന് മുവാനിലേക്ക് പറഞ്ഞ വിമാനത്തിൽ 181 പേരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ രക്ഷപ്പെട്ടതാവട്ടെ 2 പേരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.